ഹലോ എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ലൈഫ് ട്രാക്ക് മലയാളം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ഒരു മിനി മോക്ക് ടെസ്റ്റ് ആണ്. അപ്പോൾ ഇന്നത്തെ ഞാനൊരു 20 ചോദ്യങ്ങൾ നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്. ഞാൻ ക്വസ്റ്റ്യൻ ആൻസർ എന്ന രീതിയിൽ മാത്രമേ പറഞ്ഞു പോകുന്നുള്ളൂ. റിലേറ്റഡ് ഫാക്ട്സ് ഒന്നും ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞു പോകുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വീക്ക് സെഷൻസ് നിങ്ങൾ ഇംപ്രൂവ് ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് മിനിറ്റ് ആയിട്ടുള്ള ഒരു മോക്ക് ടെസ്റ്റ് ആണ്. അപ്പോൾ ലൈഫ് ട്രാക്കിന്റെ സൈഡിൽ നിന്ന് ഏതെങ്കിലും SSC മെറ്റീരിയൽസോ PSC മെറ്റീരിയൽസോ നിങ്ങൾക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കൺസേൺ ടീമിനെ മെയിൽ ത്രൂവോ വാട്സ്ആപ്പ് ത്രൂവോ നിങ്ങൾ ഇൻഫോം ചെയ്യുക. ടീം നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വേഗം മോക്ക് ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അന്തരീക്ഷത്തിലെ ഓക്സിജനുമായി സംയോജിച്ചുകൊണ്ട് താപവും പ്രകാശവും പുറത്തുവിടുന്ന രാസപ്രവർത്തനമായ ജ്വലനം ഏത് തരത്തിലുള്ള പ്രക്രിയയാണ്? താപശോഷക രാസപ്രവർത്തനം, താപമോചക രാസപ്രവർത്തനം, പ്രകാശ രാസപ്രവർത്തനം. ഏതാണ് മക്കളെ ആൻസർ വരുന്നത്? ഓപ്ഷൻ ബി, താപമോചക രാസപ്രവർത്തനമാണ് കേട്ടോ. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം, താഴെ നൽകിയിട്ടുള്ള പ്രസ്താവനകൾ പരിശോധിക്കുക. തിരശ്ചീനമായ ഒരു ഇന്ധന ശേഖരത്തിന് മുകളിൽ ഉണ്ടാകുന്ന ബാഷ്പം ഓക്സിജനുമായി ചേർന്ന് കത്തുന്നതിനെയാണ് നമ്മൾ പൂൾ ഫയർ എന്ന് പറയുന്നത്. പൈപ്പ് ലൈനിൽ നിന്നോ ഒരു ഉറവിടത്തിൽ നിന്നോ ശക്തിയായി പുറത്തേക്ക് പ്രവഹിക്കുന്ന ഇന്ധനം ജ്വലിക്കുന്നതിനെ ഫ്ലാഷ് ഫയർ എന്ന് പറയുന്നു. ഇതിന് ശരിയായത് ഏതൊക്കെയാണ് മക്കളെ? ഓപ്ഷൻ എ മാത്രമല്ലേ? അപ്പോൾ ഓപ്ഷൻ എ മാത്രമാണ് ശരിയായിട്ടുള്ള ഉത്തരം. മൂന്നാമത്തെ ചോദ്യം, ഇന്ധന ബാഷ്പവും വായുവും കൂടിക്കലർന്ന മിശ്രിതം ഗോളാകൃതിയിൽ ഒന്നിച്ചു കത്തുന്നതിനെ പറയുന്നത് എന്താണ്? ഓപ്ഷൻ എ ജെറ്റ് ഫയർ, ഓപ്ഷൻ ബി ഫ്ലാഷ് ഫയർ, ഓപ്ഷൻ സി ഫയർ ബോൾസ്. ഇതില് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, ഫയർ ബോൾസ്. നാലാമത്തെ ചോദ്യം, ബോയിലിംഗ് ലിക്വിഡ് എക്സ്പാൻഡിംഗ് വേപ്പർ എക്സ്പ്ലോഷൻ അതായത് ബ്ലീവ് സംഭവിക്കുമ്പോൾ താഴെ പറയുന്നവയിൽ ഏതാണ് സൃഷ്ടിക്കപ്പെടുന്നത്? ഓപ്ഷൻ എ പൂൾ ഫയർ, ഓപ്ഷൻ ബി ജെറ്റ് ഫയർ, ഓപ്ഷൻ സി ഫയർ ബോൾസ്. ഉത്തരം ഫയർ ബോൾസ്. തീപിടുത്തത്തിന്റെ സവിശേഷതകളിൽ താഴെ തന്നിട്ടുള്ളതിൽ തെറ്റായ ജോഡി ഏതാണ്? ഫയർ ഈസ് ഫാസ്റ്റ്, ഫയർ ഈസ് ഹോട്ട്, ഫയർ ഈസ് ഡെഡ്ലി. ഇതില് ഏതാണ് താഴെ തന്നിട്ടുള്ളതിൽ തെറ്റായ ജോഡി? ഉൽപ്പന്ന ജീവനെ പ്രൊട്ടക്ട് ചെയ്യുന്നു. ഫയർ ഈസ് ഡെഡ്ലി എന്ന് പറയുന്നത് ഉൽപ്പന്ന ജീവനെ പ്രൊട്ടക്ട് ചെയ്യുന്നു. ഇല്ല, അത് തെറ്റാണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കത്തിയാൽ ചാരമോ കരിയോ അവശേഷിക്കുന്ന തരത്തിലുള്ള ഖരവസ്തുക്കളിൽ ഉണ്ടാകുന്ന തീപിടുത്തത്തെ ഏത് ക്ലാസ് ഫയർ ആയിട്ടാണ് കണക്കാക്കുന്നത്? ക്ലാസ് എ, ക്ലാസ് ബി, ക്ലാസ് സി. ആൻസർ വരുന്നത് ഓപ്ഷൻ എ, ക്ലാസ് എ ഫയർ ആണ്. സെവൻത് ക്വസ്റ്റ്യൻ, തടി, പേപ്പർ, തുണി, പ്ലാസ്റ്റിക് എന്നിവയിൽ ഉണ്ടാകുന്ന തീപിടുത്തം നിയന്ത്രിക്കാൻ ഏറ്റവും അനുയോജ്യമായ മാർഗം ഏതാണ്? ഓപ്ഷൻ എ ഫോം, ഓപ്ഷൻ ബി ജലം, ഓപ്ഷൻ സി കാർബൺ ഡൈ ഓക്സൈഡ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, പെട്രോളിയം ഉൽപ്പന്നങ്ങൾ, ആൽക്കഹോൾ, പെയിന്റ് തുടങ്ങിയ ജ്വലന സ്വഭാവമുള്ള ദ്രാവകങ്ങളിൽ ഉണ്ടാകുന്ന തീപിടുത്തത്തെ കെടുത്താൻ ഉപയോഗിക്കുന്നത് എന്തെല്ലാമാണ്? ഓപ്ഷൻ എ ജലം, ഓപ്ഷൻ ബി പത അല്ലെങ്കിൽ DCP, ഓപ്ഷൻ സി ഓക്സിജൻ. ഉത്തരം ഓപ്ഷൻ ബി പത. ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ, LPG, അസ്റ്റലിൻ, ഹൈഡ്രജൻ തുടങ്ങിയ ജ്വലന സ്വഭാവമുള്ള വാതകങ്ങളിൽ ഉണ്ടാകുന്ന തീപിടുത്തത്തെ ഏത് ക്ലാസ്സിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഓപ്ഷൻ എ ക്ലാസ് എ ഫയർ, ഓപ്ഷൻ ബി ക്ലാസ് ബി ഫയർ, ഓപ്ഷൻ സി ക്ലാസ് സി ഫയർ. ഉത്തരം ഓപ്ഷൻ സി, ക്ലാസ് സി ഫയർ. പത്താമത്തെ ചോദ്യം, താഴെ പറയുന്ന പ്രസ്താവനകൾ വിലയിരുത്തുക. ജ്വലന സാധ്യതയുള്ള ലോഹങ്ങളായ സോഡിയം, മഗ്നീഷ്യം, കാൽസ്യം എന്നിവ കത്തുന്നത് ക്ലാസ് ഡി ഫയർ ആണ്. കത്തിക്കൊണ്ടിരിക്കുന്ന ഈ ലോഹങ്ങളിൽ ജലം ഉപയോഗിച്ചാൽ തീ പെട്ടെന്ന് അണയും. ഇതില് ഓപ്ഷൻ എ 1 മാത്രം ശരി, ഓപ്ഷൻ ബി 2 മാത്രം ശരി, ഓപ്ഷൻ സി 1ഉം 2ഉം ശരി. ഉത്തരം ഓപ്ഷൻ എ 1 മാത്രം ശരി. 11ാമത്തെ ചോദ്യം, അമിതമായി ഊർജവൽക്കരിക്കപ്പെട്ട ഇലക്ട്രോണിക് ഉപകരണങ്ങളിൽ ഉണ്ടാകുന്ന തീപിടുത്തത്തെ ഏത് വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തുന്നത്? ഓപ്ഷൻ എ ക്ലാസ് എ ഫയർ, ഓപ്ഷൻ ബി ക്ലാസ് ഡി ഫയർ, ഓപ്ഷൻ സി ക്ലാസ് ഇ ഫയർ. ഉത്തരം ഓപ്ഷൻ സി ക്ലാസ് ഇ ഫയർ. 12ാമത്തെ ക്വസ്റ്റ്യൻ, ഫയർ ട്രയാങ്കിളിൽ ഉൾപ്പെട്ടിരിക്കുന്ന 3 അത്യാവശ്യ ഘടകങ്ങൾ ഏതെല്ലാമാണ്? ഓപ്ഷൻ എ നൈട്രജൻ, താപം, ഇന്ധനം, ഓപ്ഷൻ ബി ഓക്സിജൻ, ഇന്ധനം, താപം, ഓപ്ഷൻ സി കാർബൺ ഡൈ ഓക്സൈഡ്, ഓക്സിജൻ, വെള്ളം.
ഉത്തരം ഓപ്ഷൻ ബി ഓക്സിജൻ, ഇന്ധനം, താപം. 13ാമത്തെ ചോദ്യം. വാതകം, ദ്രാവകം എന്നിവയുടെ ജ്വലന പരിധിയിൽ ഏറ്റവും ഉയർന്ന പരിധി ഉള്ള വാതകം ഏതാണ്? ഓപ്ഷൻ എ ഹൈഡ്രജൻ, ഓപ്ഷൻ ബി അസ്റ്റലിൻ, ഓപ്ഷൻ സി മീഥെയിൻ. ഉത്തരം ഓപ്ഷൻ ബി അസ്റ്റലിൻ. 14ാമത്തെ ചോദ്യം. വളരെ കുറഞ്ഞ സമയം കൊണ്ട് വളരെയധികം ചൂടും ശബ്ദവും പ്രകാശവും വലിയ മർദ്ദത്തിൽ പുറത്തുവിടുന്ന ജ്വലന പ്രക്രിയ ഏതാണ്? ഓപ്ഷൻ എ മന്ദഗതിയിലുള്ള ജ്വലനം, ഓപ്ഷൻ ബി സ്ഫോടനം, ഓപ്ഷൻ സി മെഴുകുതിരി കത്തുന്നത്. ഉത്തരം ഓപ്ഷൻ ബി സ്ഫോടനം. 15ാമത്തെ ചോദ്യം. ദേശീയ അഗ്നിശമന സേനാ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ദേശീയ അഗ്നിശമന സേനാ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഓപ്ഷൻ എ മാർച്ച് 8, ഓപ്ഷൻ ബി ജൂൺ 5, ഓപ്ഷൻ സി ഏപ്രിൽ 14. ഉത്തരം ഓപ്ഷൻ സി ഏപ്രിൽ 14. 16ാമത്തെ ചോദ്യം. താപത്തിന്റെയും ഊഷ്മാവിന്റെയും യൂണിറ്റുകളായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? താപോർജനത്തിന്റെ SI യൂണിറ്റ് ജൂൾ ആണ്. ഊഷ്മാവ് അളക്കാൻ സെൽഷ്യസ്, ഫാരൻഹീറ്റ്, കെൽവിൻ എന്നീ യൂണിറ്റുകൾ ഉപയോഗിക്കുന്നു. ഓപ്ഷൻ എ 1 മാത്രം ശരി, ഓപ്ഷൻ ബി 2 മാത്രം ശരി, ഓപ്ഷൻ സി 2ഉം ശരിയാണ്. ഉത്തരം ഓപ്ഷൻ സി 2ഉം ശരിയാണ്. 17ാമത്തെ ചോദ്യം. ഊഷ്മാവ് സ്ഥിരമായിരിക്കുമ്പോൾ ഒരു വാതകത്തിന്റെ വ്യാപ്തിയും മർദ്ദവും വിപരീത അനുപാതത്തിലായിരിക്കും. ഇത് ഏത് നിയമമാണ്? ഓപ്ഷൻ എ ചാൾസ് നിയമം, ഓപ്ഷൻ ബി പാസ്കൽ നിയമം, ഓപ്ഷൻ സി ബോയിൽ നിയമം. ഉത്തരം ഓപ്ഷൻ സി ബോയിൽ നിയമം. 18ാമത്തെ ചോദ്യം. കത്തുന്ന വസ്തുവിലെ താപത്തെ ലഘൂകരിച്ച് അതിന്റെ ഊഷ്മാവിനെ ജ്വലന ഊഷ്മാവിന് താഴെ എത്തിച്ച് തീ കെടുത്തുന്ന രീതി അറിയപ്പെടുന്ന പേരെന്താണ്? ഓപ്ഷൻ എ സ്റ്റാർവേഷൻ, ഓപ്ഷൻ ബി സ്മെതറിംഗ്, ഓപ്ഷൻ സി കൂളിംഗ്. ഉത്തരം ഓപ്ഷൻ സി കൂളിംഗ്. 19ാമത്തെ ചോദ്യം. കാട്ടുതീ നിയന്ത്രിക്കുന്നതിന് വേണ്ടി കാട് വെട്ടിത്തടിച്ച് ഫയർ ബ്രേക്ക് ഉണ്ടാക്കുന്നത് ഏത് അഗ്നിശമന മാർഗത്തിന് ഉദാഹരണമാണ്? ഓപ്ഷൻ എ സ്മദറിംഗ്, ഓപ്ഷൻ ബി സ്റ്റാർവേഷൻ, ഓപ്ഷൻ സി കൂളിംഗ്. ഉത്തരം ഓപ്ഷൻ ബി സ്റ്റാർവേഷൻ. 20ാമത്തെ ചോദ്യം. അപകട സാധ്യതകളെക്കുറിച്ചും ആരോഗ്യം, തീ, രാസപ്രവർത്തനം എന്നിവ എങ്ങനെ സൂക്ഷിക്കണമെന്നും കൈകാര്യം ചെയ്യണമെന്നും വ്യക്തമാക്കുന്ന MSDSന്റെ പൂർണ്ണരൂപം എന്താണ്? ഓപ്ഷൻ എ മെറ്റീരിയൽ സേഫ്റ്റി ഡാറ്റാ ഷീറ്റ്, ഓപ്ഷൻ ബി മാനേജ്മെന്റ് സേഫ്റ്റി ഡാറ്റാ ഷീറ്റ്, ഓപ്ഷൻ സി മെക്കാനിക്കൽ സേഫ്റ്റി ഡാറ്റാ സിസ്റ്റം. ഉത്തരം ഓപ്ഷൻ എ മെറ്റീരിയൽ സേഫ്റ്റി ഡാറ്റാ ഷീറ്റ്. നിങ്ങൾക്ക് ഇപ്പോൾ 20 ചോദ്യമാണ് ഞാൻ തന്നിട്ടുണ്ടായിരുന്നത്. ഈ 20 ചോദ്യത്തിന് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. ഞാൻ അതിന്റെ ആൻസർക്ക് ഇവിടെ താഴെ സ്ലോ ആയിട്ട് ഇവിടെ കാണിച്ചു പോകുന്നുണ്ട്. എത്ര മാർക്ക് കിട്ടിയെന്നുള്ളത് നിങ്ങൾ സെൽഫായിട്ടൊന്ന് അനലൈസ് ചെയ്ത് നിങ്ങൾ പഠിക്കുക. വീക്കായിട്ടുള്ള ഭാഗം കുറച്ചുകൂടെ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുക. ഇപ്പോൾ മാർക്ക് കുറഞ്ഞതിന് ആലോചിച്ച് നിങ്ങൾ വിഷമിക്കേണ്ടതില്ല. നിങ്ങൾ ആ ഒരു ഭാഗം ഹൈ പ്രോബബിലിറ്റി അല്ലെങ്കിൽ ഹൈ വെയിറ്റേജിൽ കൂടി നോക്കിയിട്ട് നിങ്ങൾ ഒന്നും കൂടെ ഒരു ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻ പോലെ ഒന്ന് നോക്കിയിട്ട് ഒന്നും കൂടെ ഒന്ന് സെറ്റപ്പ് ആയിട്ട് നിങ്ങൾ പോയാൽ മതി. ടെൻഷൻ ആവൊന്നും വേണ്ട. നിങ്ങളെ കൊണ്ട് പറ്റാത്തതായിട്ടുള്ള ഒരു പരീക്ഷയും SSCയുടെ സിലബസിലോ PSCയുടെ സിലബസിലോ ഇല്ല. നിങ്ങളുടെ ഏതൊരു പരീക്ഷയ്ക്കും നിങ്ങളുടെ കൂടെ സപ്പോർട്ടീവായിട്ട് എപ്പോഴും ലൈഫ് ട്രാക്ക് മലയാളം കൂടെ ഉണ്ടാകും. അപ്പോൾ ഇന്നത്തെ സെഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.